ഇപ്പോൾ നമ്മൾ കാണുന്നത് രഞ്ജിത്ത് ശങ്കർ പറയുന്ന ഒരു അഭിപ്രായമാണ്. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള നടി ദീപിക പദുകോണിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്നത് തൻ്റെ 6 കാരവനും 30 പേഴ്സണൽ സ്റ്റാഫിനും പ്രൊഡ്യൂസർ സാലറി കൊടുക്കണം എന്നാവശ്യപ്പെടുന്ന താരങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സിനിമാ നടിമാരാണെങ്കിലും നടന്മാരാണെങ്കിലും അല്പം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വേലക്കാരുണ്ടാവും. കാരണം അവർ വേലക്കാരെ കൊണ്ടും കാരവനൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. കാരണം അവരുടെ ജീവിതത്തിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നു. ഉപ്പ് കർപ്പൂരം വരെ എല്ലാം ആ വേലക്കാരാണ് ചെയ്യുന്നത്, നഖം പോളിഷ് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേലക്കാർക്കും ശമ്പളം കൊടുക്കേണ്ടത് നിർമ്മാതാവാണ്. കാരണം നിർമ്മാതാവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നടന്മാരും നടിമാരും വരുന്നത്. അവരിട്ടിരിക്കുന്ന അടിവസ്ത്രം അടക്കം നിർമ്മാതാവ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സിനിമയുടെ രീതി. സിനിമയുടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അല്ലാണ്ട് എല്ലാവരും എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയല്ല. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിലാണ് നിർമ്മാതാവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സിനിമയുടെ നിർമ്മാണ ചെലവ് ഇത്രമാത്രം വർദ്ധിക്കുന്നതിൻ്റെ കാരണം അതാണ്. പോരാതെ കോടികൾ ശമ്പളവും. ഓരോ സിനിമ വിജയിച്ച് കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും നടന്മാരും നടിമാരും അവർ ശമ്പളത്തിന് വർധനവ് പ്രഖ്യാപിക്കും. പ്രത്യേകിച്ചും വിപണന മൂല്യമുള്ള നടന്മാരാണെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിർമ്മാതാക്കൾക്ക് താങ്ങാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഒരുപാട് നിർമ്മാതാക്കളുടെ അണ്ടർവെയർ കയറി പോകുന്നതിൻ്റെ കാരണം ഈ ആർട്ടിസ്റ്റുകളുടെ ഈ മനോഭാവങ്ങളാണ്. പൈസയുടെ കാര്യത്തിൽ ഒരിക്കലും അവർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അവരുടെ കാര്യത്തിൽ വളരെ സ്വാർത്ഥരായിരിക്കും ആർട്ടിസ്റ്റുകൾ. സിനിമാ വ്യവസായം പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതാണ്. മലയാളം സിനിമാ വ്യവസായത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം അതാണ്. എല്ലാ നടന്മാരും നടിമാരും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരുടെ ശമ്പളം കോടികളിലാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊന്നും താങ്ങാൻ സിനിമാ നിർമ്മാണ കമ്പനികൾക്ക് പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ സിനിമാ നിർമ്മാണ കമ്പനികൾക്ക് നടിമാർ ഇല്ലാതെയും നടന്മാരില്ലാതെയും പറ്റുകയില്ല. അതവരറിഞ്ഞിട്ടാണ് നിർമ്മാതാക്കളെ മുതലാക്കുന്നത്. ഇതാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം.